Silks co-presents Let's Rock and Roll. Blockbuster partner YG and cosmetic partner Dazzler Eterna. സി കേരളത്തിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇവിടെ നിൽക്കുന്ന സമയത്തേ ഇതേവരെ ഈ AC-യുടെ പമ്പിങ് കൂടിയതാണോ അതോ വേറെ കുളിര് കോരുന്നു. അതെ, അല്ല സാധാരണ ഈ വില്ലത്തി എന്നൊക്കെ പറയുന്നത് കുറച്ച് വയസ്സൊക്കെ ആയിട്ടുള്ള ഈ മറ്റേ ഡാഗിനിയുടെ പോലെ ഇരിക്കുന്ന കുറെ ടീമുകളാണല്ലോ. എനിക്കും അതാണ് ചോദിക്കാനുള്ളത്. ഇത് ഇത്രയും സുന്ദരിമാരെ ആരാ വില്ലത്തികളാക്കിയത്? വിളിച്ചോട്ട് വാ. നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ ഞങ്ങളെ വിളിച്ച വില്ലത്തിന്ന്? ഞാനല്ല, അതേ മനുഷ്യനാണ് പറഞ്ഞത്. ഇവിടെ ആരും പറഞ്ഞില്ല ഞങ്ങൾ വില്ലത്തികൾ അറിയാൻ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല കൂട്ടായിട്ട് നല്ല സൗമ്യതയോട് കൂടി പോവായിരുന്നു. നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കരുത് കേട്ടോ. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വില്ലത്തിമാര് നമ്മൾ സാധാരണ ട്രെയിനിലും പിന്നെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങുമ്പോൾ വില്ലത്തിയായിട്ട് നമ്മളെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ലോക്ക്ഡൌൺ സീസണിൽ ഞാൻ 3 months എന്റെ മമ്മീന്റെ പ്ലേസിലായിരുന്നു, കണ്ണൂർ. സോ അപ്പൊ അവിടെയുള്ള അമ്മമ്മമാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് മോളെ ദൈവം അങ്ങനെ ഉപദ്രവിക്കരുത് മോളെ, മോക്ക് സുന്ദരനായ ഭർത്താവിനെ കിട്ടില്ല, എന്തിനാ സൂര്യന്റെ പുറകെ നടക്കുന്നത്, പ്ലീസ് ഒന്ന് വിട്ടുകൊടുത്തൂടെ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യം ഈ വില്ലത്തിമാര് ആയി കഴിയുന്ന സമയത്തുണ്ടല്ലോ, ഈ ആദ്യം നമ്മളിപ്പോ ഒരു സീരിയലിലേക്ക് വിളിക്കുന്നു അല്ലെങ്കിൽ സിനിമയിലേക്ക് വിളിക്കുന്നു, അപ്പൊ അതിന്റെ ഡയറക്ടർ വന്നിട്ട് പറയാണ് നിങ്ങൾ ഇതിൽ വില്ലത്തിയാണ്, വില്ലത്തിയോ എന്ന് പറയുന്നത് തോന്നുന്നുണ്ടാവുമല്ലോ. ശരിക്കും നിങ്ങൾക്ക് അതുണ്ടായിരുന്നു? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ഡേ ഡയറക്ടറിനെ കണ്ടപ്പോ അയ്യോ ചെറിയ ഫേസ് ആണ്, ഭയങ്കര ക്യൂട്ട് ഫേസ് ആണ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് കണ്ണിന് വാല് എഴുതണം, വലിയ പൊട്ട് വെക്കണം, അങ്ങനെ വില്ലത്തി ആക്കി എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ വില്ലത്തി ആക്കി എടുത്തതാണ്. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഹീറോയിനാണ്. ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ പാട്ടുകളുണ്ടല്ലോ, ഇതൊന്നും നായികമാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊക്കെ വില്ലത്തിമാർക്കുള്ളതാണ്. അങ്ങോട്ട് നോക്കിയിട്ട് ആലോചിക്കേ, ഇനി കണ്ണെഴുതി അല്ലേ? അവര് റെഡിലാണെങ്കിൽ ഇവര് ബ്ലൂവിലാണ്. അതെ, മൊത്തത്തിൽ കളർഫുൾ പരിപാടിയാണ്. അതെ, ബ്ലാക്ക് റെഡ് ബ്ലൂ. അങ്ങനെ കല്ലു കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ബാങ്ക്. ഈ ബാങ്കിൽ കോടികൾ ഈ ബാങ്കിൽ കോടിക്കണക്കിന് കാശ്. ഇതിൽ നിന്നും ഓരോ ലക്ഷം വീതം നിങ്ങൾക്ക് ഓരോ ടീമിനായിട്ട് നമ്മൾ തരും. മൊത്തം 4 റൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 4 റൗണ്ടിലും നിങ്ങൾക്ക് മിനിമം 15,000, അതിന് മേലേക്ക് എത്ര വേണമെങ്കിലും ബെറ്റ് ചെയ്യും. അതായത് ആ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ആ കാശ് മൊത്തം ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ 15,000 രൂപ വെച്ചാൽ ആ 15,000 രൂപയും നമുക്ക് തിരിച്ചു കിട്ടും. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ 15,000 രൂപയാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ 2 ഇരട്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടും. മൂന്നാമത്തെ റൗണ്ടിലേക്ക് കയറുന്ന സമയത്ത് 15 × 3 എത്രയാ? 75. ആ കുട്ടികൾക്കുണ്ടല്ലോ നന്നായിട്ട് മാർക്സ് അറിയാം. ഇനി 4ാമത്തെ റൗണ്ടിലേക്ക് കയറുമ്പോഴാണ് കളി ഏറ്റവും കൂടുതൽ രസമാവുന്നത്. ആ സമയത്ത് 4 ഇരട്ടിയല്ല. ഞാൻ ആങ്കർ അല്ലേ ഇവിടെ? ഞാൻ പറയാം ബാക്കി. 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് കിട്ടില്ല റൗണ്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4ാമത്തെ റൗണ്ടില് ഈ 4 ഇരട്ടിയല്ല, അതിന് 5 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. തോൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും പൈസ ഞാൻ വാങ്ങിച്ച് ബാങ്കിൽ വെക്കും. മനസ്സിലായോ? ഇനി ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ പൈസ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അതാണ് ഇന്നത്തെ വിജയ്. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്ന തുക മുഴുവൻ ഞാൻ വാങ്ങിച്ച് ഇതിനകത്തേക്ക് വേണം കേട്ടോ ചോദ്യങ്ങൾക്ക്. മലയാളം ഒട്ടും അറിയാത്ത കുട്ടിയാണ്. ഞങ്ങൾ രണ്ടുപേരും പാട്ട് മലയാളിയാണ്. പക്ഷെ എവിടെയാ ജനിച്ചു വളർന്നത്? ബോംബെ. ഇദ്ദേഹം ഞാൻ ആക്ച്വലി വളർന്നത് ബാരനിലാണ്. എവിടെ? ബാരൻ. മലയാളികളാണ് ആൾക്കാർ പറഞ്ഞത് ബാരൻ. അതെങ്ങനെയാ അറിയാൻ പറ്റില്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ എവിടെയാന്ന് വെച്ചാൽ അവളുടെ വീട് എവിടെയാന്ന് വെച്ചാൽ അവളോട് പറയാ മൗണ്ടൻ വാലി. എവിടെയാണ്? കൊച്ചിക്കപ്പുറത്ത് എവിടെയാ മൗണ്ടൻ വാലി? മുണ്ടമേലിക്കര. എന്ന് പറഞ്ഞവരാണ്. ബാക്കിയുള്ളവർക്ക് ബഹുജനായിരിക്കും, പക്ഷെ ഇവർക്ക് ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം. നമ്മൾ ഈ ഫേസ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി നമ്മള് മലയാള സിനിമയിലെ ചില പാട്ടുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ആപ്പിലൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി അതിവിടെ നമ്മൾ കാണിച്ചു തരും. താരങ്ങളൊക്കെ കുട്ടി താരങ്ങളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ സിറ്റുവേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് പാട്ടെന്നുള്ളത്. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ടീം എ എത്ര രൂപയാണ് ബെറ്റ് ചെയ്തത്? 15. മിനിമം തന്നെ. ടീം ബി 15. ടീം സി 16. അത് വേണ്ട. 15. അല്ല 20 വയ്ക്കും. മാത്തുക്കുട്ടി പറഞ്ഞ കേക്കും ഞാൻ. ആണോ? 20. മാത്തുക്കുട്ടി ഉണ്ടല്ലോ, എത്ര ഫ്രണ്ട്സിനെ ചതിച്ചിട്ടുണ്ടെന്നറിയോ? കല്ല് പറയും.
ഇപ്പൊ പറ ഞങ്ങൾ എത്ര വെക്കണം? പറ 20 വെച്ചു. ഓക്കെ ഇനി ബാക്കിയുള്ളത് അനുഭവിച്ചോട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് വെച്ചതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ റൗണ്ടിലേക്ക് കിടക്കാം. ഓർമ്മയുണ്ടോ ഈ മുഖം? ആദ്യത്തെ പാട്ടിന്റെ ആദ്യത്തെ ക്ലൂ. ഓർമ്മയുണ്ടോ ഈ മുഖം? മനസ്സിലായെങ്കിൽ ബസ്സമർത്താം. മനസ്സിലായോ? പാടിക്കോ. ഒരു രാജമല്ലി വിടവാ ഒരു ദേവഗാനമുടലാർന്ന പോലെ മരമരുളി എന്നിയൊരു സുഖം എന്റെ അമ്മോ, അടിപൊളി. കേരളത്തിൽ ജനിച്ചതിന്റെ ഗുണം. രണ്ടാമത്തെ പാട്ട്, ഒന്നാമത്തെ ക്ലൂ. പറയ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ആ ബസ് അമർത്തിയില്ലേ? ആ അമർത്തിയിട്ടുണ്ട്. പറ. സംഗീത പറ. സംഗീത പറ. സംഗീത പറ. ക്ലൂ വേണോ ഇനി? 10. ചിത്രം ആ. മൂവിയാണ്. പാട്ട് പറ. 9. കൗണ്ട് ഡൗൺ ആണ്. 8. അടുത്ത ക്ലൂ വേണോ? 7. നകുമോ ഓ ആണോ? മുഖലേ. ആണോ? വേണ്ട. അപ്പോ ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു, ടീം സി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ബാരിൻ മാത്രം എപ്പോഴും എന്ന് പറഞ്ഞ് നിൽക്കാണ്. പുള്ളിക്കാരത്തിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ അറിയോ? ബാരിൻ പറയണ്ട. അടുത്ത പാട്ടിലേക്ക് പോവാം. പേടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വില്ലത്തിമാര് നോക്കണ പോലെ നോക്കല്ലേ. അതെ. ആ. അതല്ല ശരിക്കുള്ള നാഗവല്ലി പുറത്തു വരുള്ളൂ മാത്രമേ എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പാട്ട് വരുന്നു. ആദ്യത്തെ ക്ലൂ വരുന്നു. 1 ബസർ ഇവിടെയാണ് അമർന്നത് അല്ലേ? എവിടെയാ? ഇവിടെ. നോക്ക് ഇവിടെ. നോക്ക് നോക്ക് നോക്ക്. ഇവിടെ 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 സൗപർണിക ആർദ്രേ. സംരംഭത്തിലെ 9. എന്ത് ചോദിപ്പിക്കാൻ? അടുത്ത ക്ലൂ വേണോ? അയ്യോ 7. ഒരു ക്ലൂ ഒരു ക്ലൂം കൂടെ. 5 4 4 3 2 1. ഒരു രാത്രി കൂടി ആണോ? അല്ല അല്ല. അല്ല. നിങ്ങളുടെ ചാൻസ് പോയി. നിങ്ങളെ ബഹ്റൈൻ, മുംബൈ. ഒരു ക്ലൂം കൂടി. ഒരു ക്ലൂം കൂടി വേണം. ഒരു ക്ലൂം കൂടി കൊടുക്കോ. 10 ലാസ്റ്റ് ക്ലൂ ആണ്. 9. മാരിവില്ലൻ. ആണോ? കല്ലു, മാത്തു. ആദ്യത്തെ 3 പാട്ടൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ. ഈ ടീം നടുക്ക് നിൽക്കുന്ന ടീം ബി ഉണ്ടല്ലോ, ആ. അവര് മിക്കവാറും ഒരൊറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറയാണ്ട് ഇവിടെ നിന്നും ഈ റൗണ്ട് അവസാനിപ്പിച്ച് പോകുന്നു. ആ. പക്ഷേ ഉണ്ടല്ലോ, ആ. അവർക്ക് കൃത്യമായിട്ട് മലയാളം പാട്ടൊക്കെ അറിയാം. ഈ ബാരിൻ എന്നൊക്കെ പറഞ്ഞില്ലേ? ഏത് ബഹ്റിൻ? എടാ പോർട്ടുഗീസിൽ സൗദി ഇല്ലേ? ഉണ്ട്. അതുപോലെ മട്ടാഞ്ചേരിയിൽ ബഹ്റിനും ഉണ്ട്. ആ ബഹ്റിനിലാണോ? ശരിക്കും പറ, ബഹ്റിനിലെ പിൻകോഡ് എത്രയാ? ഞാൻ ജനിച്ചത് കേരളത്തിൽ തന്നെ കേട്ടോ. അതെവിടെയാ? മഞ്ചലാണ് ഞാൻ ജനിച്ചത്. നല്ല മഞ്ചൽ. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ചത് വളർന്നത് അവിടെയാന്നാ പറഞ്ഞേ. ജനിച്ചത് അഞ്ചല് തന്നെയാണ്. ആ, ഓ. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് ടെക്നിക്കലി. അതുകൊണ്ട് ഇനി ബാരൻ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആ. എന്താണ് അടുത്ത പാട്ട്? എവിടെ 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 എവിടെ? ആരാ ഒന്ന്? പെണ്ണെ, ഏ? കറുത്ത പെണ്ണെ, ഉറപ്പാണോ? പാട്. ഒന്ന് പാട്. കറുത്ത പെണ്ണെ, നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ട്. ഒരു നാളുണ്ടോ? കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. മാത്തു. ഈ ബഹ്റിൻ അല്ലട്ടോ. എനിക്കും ബഹ്റിൻ പൊളിയാണ്. ആ, അടുത്ത പാട്ട്. ഒന്നാമത്തെ ക്ലൂ. ഓർമ്മയുണ്ടേ മുഖം? സുരാജ് ആരും മർത്തില്ല. ഇനി രണ്ടാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ വേണോ? ആ, വേണം. കിട്ടിയോ? ആ, ജീവാംശമായി. ജീവാംശമായി. ഉറപ്പാണോ? നോക്കണോ? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
കല്ലു മാധു തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയെങ്കിലും പിന്നെ അങ്ങോട്ട് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഈ റൗണ്ടിൽ ഏറ്റവും ആദ്യത്തെ റൗണ്ടിൽ വിന്നർ ആയിരിക്കുന്നു ടീം ബി. കാണുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ കല്ലു, ആര് പറഞ്ഞിട്ടായിരുന്നു ടീം സി 20,000 വെച്ചായിരുന്നു? മാത്തുക്കുട്ടിയാണ് ആദ്യം. അല്ല അല്ല അല്ല, അത് കഴിഞ്ഞിട്ട് മാറ്റിയായിരുന്നല്ലോ. ഞങ്ങള് പൈസ എവിടെ എവിടെ ആര് പറഞ്ഞേ? അതെവിടെ പോയി? മാധു പൈസ മാറ്റിയിരിക്കുന്നടാ. മാധു എന്തോ വെറുതെ അല്ലടാ വില്ലത്തിമാരായത്. ആ എന്തായാലും 15,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് അവിടെ തന്നെ വെച്ചോ, ഞങ്ങൾ എടുക്കാൻ വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു ബാലൻസ് ഞാൻ പറയാം മാധു. അക്കൗണ്ടിലുള്ള ബാലൻസ്. അക്കൗണ്ടിലുള്ള ബാലൻസ് ടീം എ 85,000, ടീം ബി 1,00,000, ടീം സി 80,000. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കയറിയാലോ? അടുത്ത റൗണ്ടിലേക്ക് കയറാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഭവം ഇതാണ്. നടുക്കൊരു സ്ക്രീൻ ഉണ്ടാവും. നിങ്ങളുടെ ടീമിലുള്ള ഒരാൾ വന്നിട്ട് ആ സ്ക്രീനിന്റെ വലതുവശത്തും മറ്റൊരാൾ സ്ക്രീനിന്റെ ഇടതുവശത്ത് നിൽക്കും. അതിൽ നിന്നും ഈ ഷാഡോ ആർട്ട് വഴി നമ്മൾ ഏത് പാട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഗസ് ചെയ്യുക. എത്ര രൂപയാണ് ടീം എ പറയുന്നത്? 15. നിങ്ങൾക്ക് ഇത് വിട്ടൊരു കളിയില്ലേ? അത് എന്നെ പരിപാടിയാണ്. 15 വിട്ടൊരു കളി. ഹരിത 15. 15 സംഗീത 20. 20. ഭാഷ അറിയോ അറിയൂല എന്നുള്ളതൊന്നും പ്രശ്നമല്ല. വെച്ച് വെക്കുമ്പോ നല്ല അതാണ്. നമുക്ക് ആ പ്രോപ്പർട്ടി കൊണ്ടുവന്നിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നൊന്ന് കാണിച്ചു കൊടുക്കാം. യെസ്. അപ്പൊ പ്രോപ്പർട്ടി വരട്ടെ. അപ്പൊ ഇനി മാത്തുക്കുട്ടി ഷാഡോയിലൂടെ സിനിമാ പാട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. മാത്തു അല്ല, ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. കുട്ടി ഇവിടെ അയ്യോ ഇപ്പഴേ കറക്റ്റ് സെന്ററിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ വീട് എവിടെയെന്ന് പറഞ്ഞേ? എന്റെ കോഴിക്കോട്. കോഴിക്കോട്. ആ യെസ്. കോഴിക്കോട് കല്യാണം നോക്കട്ടെ, ഇങ്ങോട്ട് പറയും. നീങ്ങിന്നേ ഇങ്ങോട്ട് നീങ്ങുന്നേ. അവിടെ കിടന്ന പുള്ളിക്കാരൻ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കും. നിങ്ങളൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കേ വേണ്ട. കുട്ടി ഇവിടെ നോക്കൂ. നമ്മൾ ഏത് പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാട്ട് വേണോ? അയ്യോ, ഞാൻ വേറൊരു പാട്ട് ആലോചിച്ചിട്ടോ. മാത്തുക്കുട്ടി ഇതാരും നോക്കിയാ പാടുന്നു. ആ പാട്ട് നന്നായിരിക്കും ചിലപ്പോ. ആ പാട്ട് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവെന്ന പാട്ട്. മാത്തുക്കുട്ടി ഈ സോങ് സെലക്ഷൻ ഉണ്ടല്ലോ വളരെ പോറാ. എനിക്ക് കന്നഡ പാട്ടിലൊരു ഗവേഷണം നടത്താൻ. മാത്തു കന്നഡ പാട്ട് ഞാൻ പാടിത്തരാം. ഞാൻ മറന്നു. കന്നഡ മറന്നു. നിങ്ങളൊന്ന് കണ്ണടയ്ക്കൂ, അല്ല വായടയ്ക്കൂ. ഈ കളി ക്യാൻസൽ. ഇനി നിന്റെ ഷാഡോഗ്രാഫിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഷാഡോ ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല. ശരിക്കും പാട്ട് വേറെയായിരുന്നല്ലോ. നമ്മൾ അവരെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഷാഡോയിലൂടെ കാണിച്ചു തരാൻ പറ്റും. പാട്ട് കൂടെയുള്ള ആള് പറയാ എന്ന് വെച്ചാൽ ഓരോ പാട്ടിനും ഓരോ മിനിറ്റ് അങ്ങനെ തരും. എന്നാലും ബാംഗ്ലൂർ പാട്ട് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് ഞാൻ പഠിച്ചേ. കന്നഡ പാട്ട് പോരെ? കന്നഡ പാട്ട് നമുക്ക് മത്സരം ആരംഭിക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ടീം എ ആണ്. ടീം എയിൽ സ്ക്രീനിന്റെ അപ്പുറത്ത് നിൽക്കാൻ ആരാണ് വരുന്നത്? സൗപർണിക ഇവിടെ റെഡിയാണ്. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. കോഴിയോ? നിങ്ങൾ തൊട്ടടുത്ത് ഉദ്ദേശിച്ചല്ല. ചിക്കൻ. രണ്ടാമത്തെ വാക്ക് ഏതൊരു മൃഗമാണ് എന്തായാലും. 3, 2, 1 ടൈം ഔട്ട്.
അടുത്ത പാട്ട്. 1000 പാദസരങ്ങൾ കിലുങ്ങി. 3, 2, 1 start. ഇവൻ ആംഗ്യഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കാല് 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 അടി. അയ്യോ കാലടി. കാലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടി. പോലീസ്. മൂന്നാമത്തെ വാക്ക്. പാദസരം. പാദസരെങ്കിലും 1000 പാദസരം. അങ്ങനെയാണെങ്കിൽ ടീം ബിനെ നമുക്കിപ്പോ ഈ ഷാഡോ ആർട്ടിന് വേണ്ടി വിളിക്കാം. ആരാ പോണേ? ഞാൻ ഷാഡോ. ഷാഡോ. മാത്തു കൊടുക്കട്ടെ. റെഡി. അടുത്ത ക്ലൂ. റെഡി 3, 2, 1 start. ഞാൻ എന്റെ കൽവിൻ, എന്റെ ഹൃദയം, പ്രണയം, ഇഷ്ടം. സെക്കൻഡ് വേർഡ് മമ്മൂട്ടി. ഒന്നോ കുട്ടിയുടെ വീട് അത് correct ആയിട്ട് മനസ്സിലാവുന്ന ഷാഡോ ആയിരുന്നു. അത് മമ്മൂട്ടി. ഒന്നുകൂടെ സെക്കൻഡ് വേർഡ് ഒന്ന് പറ. ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നോക്ക്. ഇതിനേക്കാൾ കൂടുതൽ കാണിക്കാൻ പറ്റൂല. കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു തരൂട്ടെ ഒരു വിസ ബഹ്റിനിലേക്ക്. എന്റെ ഇല്ല. ലാലേട്ടൻ. ഓ സോറി. എന്റെ ഹൃദയം. 3, 2, 1 ശരിക്കുള്ള പാട്ട് പ്ലേ ചെയ്യൂ പ്ലീസ്. ഞാനേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്ന ഒരാളെ നോക്കിയിട്ട് മമ്മൂട്ടി പോലെ മാത്തു അതെങ്ങനെ കാണിക്കണേ? അല്ല, ആളുടെ മറ്റേ ഇതുണ്ടല്ലോ ആ സ്റ്റെപ്പ് പോലെ പോലെ തോന്നിയത്. അതിന്റെ പോലെ ഏതുപോലെ ഉണ്ടായിരുന്നു? കഷ്ടമാണ്. സോറി. വെറും സോറി അല്ല. അടുത്ത ക്ലൂ. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം. 3, 2, 1 start. തേർഡ് ഫസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് വേർഡ്. ഞാൻ ഔട്ടായി അതാ. ഒന്ന്. ഒന്ന് ഒന്ന് തൊടാൻ. വട്ടം. ഒരു വട്ടം കൂടി. മൂന്നാമത്തെ. ഒരു വട്ടം നോക്കൂ. കാണൂ. കണ്ടു. ഒരു വട്ടം കണ്ടു. ഒരു വട്ടം കണ്ടു നിന്നോർമ്മകൾ നെയ്യുന്ന തിരുമുറ്റ്. അതിലുള്ളതാണോ? 2, 1 ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം. രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ടീം സി വരൂ. ആരാണ് വരുന്നത് സ്ക്രീനിന്റെ അപ്പുറം നിൽക്കാൻ? ആസിഫ് അലിനെ നോക്കി ഇട്ടിട്ടില്ല. കുഞ്ചാക്ക ബോബൻ അല്ലേ എന്ന് ചോദിക്കുന്ന അടുത്തായിട്ട് മാത്തു കൊടുക്കട്ടെ. റെഡി 3, 2, 1 start. ഫസ്റ്റ് വേർഡ്. പഴയ പാട്ടാണോ? അല്ല, ഇപ്പോഴത്തെ പാട്ട്. ലേറ്റസ്റ്റ്. ഓക്കെ. ഞാൻ, എനിക്ക്, എന്റെ. എന്റെ കൈ വെട്ടിക്കളഞ്ഞു. എന്റെ കവിൾ. എന്നെ അടിച്ചു. ഫസ്റ്റ് വേർഡ് എന്റെ എന്നാണോ? ഫസ്റ്റ് വേർഡ് എനിക്ക് എന്റെ തന്നെയാണോ കീർത്തന? സെക്കൻഡ് വേർഡ് കൈ അടിച്ചു. എന്നെ തല്ലേണ്ടമ്മാവാ ഞാൻ നന്നാവൂല. അടുത്ത ക്ലൂ. കൈകൊട്ട് പെണ്ണേ കുറ്റും വളയിട്ട്
സ്റ്റാർട്ട്. കപ്പ്, കൊട്ട്, കൊട്ടില്ല. ഫസ്റ്റ് വേർഡ് പറയൂ. ഫസ്റ്റ് വേർഡ് പുതിയ പാട്ടാണോ? ആദ്യത്തെ കൈ. ആ, കരിവള കൈ. അല്ല, കൈ അടിച്ചു. ആ, കൈ കൊട്ട പെണ്ണെ, കൈ കൊട്ടു പെണ്ണെ, Don't underestimate. അതാണ് അതാണ്. കുഞ്ചാക്കോ ബോബനെ കണ്ടു കഴിഞ്ഞാൽ ആസിഫ് അലി എന്നും ആസിഫ് അലിയെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് നമ്മൾ ആ കുട്ടിയെ വിളിച്ചത്. അതെ. പക്ഷേ ഉണ്ടല്ലോ, ഞെട്ടിച്ചു കളഞ്ഞു. അതാണ് അടിപൊളി. സാധാരണ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പാട്ട് പറയുന്ന സമയത്ത് ഞാനിപ്പോ പറയുന്നു, ഇപ്പൊ എന്റെ എല്ലാം അല്ലേ എന്നുള്ള പാട്ട്, എന്നിട്ട് ഇത് കിട്ടും, എന്റെ എല്ലാം അല്ലേ, അങ്ങോട്ട് തിരിച്ചു പോയാ പോരെ. ഇതാകല്ലാണ്ട് ഇവിടെ നിന്നിട്ട് നേരത്തെ ഒരു മത്സരത്തിന് പോവാനായിട്ട് സാർ അവിടെ പോയത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്റെ ചെവിയിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ, ആ ചെവി ഇങ്ങോട്ട് കാണിച്ചേ. എനിക്കൊരു ബ്രേക്ക് തരാൻ പറ്റുമോ? ടീം എയെയും ബിയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു ടീം സി. ഇപ്പൊ എത്ര കിട്ടിയെന്നറിയോ? 20 വെച്ചത് 40 കിട്ടി. എനിക്ക് 15 തരും. ടീം എയുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോ 70,000 ആണ്. ടീം ബിയുടേത് 85,000. ടീം സി 1 lakh rupees. റോക്ക് ആൻഡ് റോൾ അതിന്റെ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. എന്റെ കയ്യിൽ ഒരു കിരീടമുണ്ട്, അവിടെ ഒരു സിംഹാസനവും ഉണ്ട്. ഈ കിരീടവും സിംഹാസനവും തമ്മിലാണ് ഇനിയുള്ള മത്സരം. അതായത് നമ്മുടെ ടീമിലുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കണം, മറ്റൊരാൾ വന്നിട്ട് ഈ കിരീടം ഏറ്റുവാങ്ങണം. മൈജിയുടെ ഹെഡ്ഫോൺ ആണ് നമ്മുടെ കിരീടം എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന ആള് പറയുന്ന പാട്ട് ഇവിടെ നിൽക്കുന്ന ആള് വെറുതെ അങ്ങ് പാടി കേൾപ്പിക്കുക, ഇത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ തരിപ്പ് കൊടുക്കും. പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെഡ്ഫോണിൽ ഒരു പാട്ട് കേൾപ്പിച്ചു. രണ്ടുപേർക്കും പണിയുണ്ട്. ലൈറ്റ് ആയിട്ട് 3 മിനിറ്റാണ് നിങ്ങൾക്കുള്ള സമയം. 10 പാട്ടുകളാണ് അതിനുള്ളിൽ നമ്മൾ പാടി തീർക്കേണ്ടത്. ഈ റൗണ്ടിന്റെ പേര് നിങ്ങൾക്ക് അറിയണോ? പറയൂ. കിളിപ്പോയി. നല്ല ഗെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ടീം എ എത്ര രൂപയാണ് ഈ റൗണ്ടിന് വേണ്ടിട്ട് വെച്ച് വെക്കാം? 20. ഇപ്പോഴും കാശ് അനക്കരുത് കേട്ടോ. ഒരു 25 കാശ് കളയാൻ വയ്യ, അതുകൊണ്ടാ. എന്നാ പരിപാടിയാണ്? 20 ആണേ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഭയങ്കര സംസാരമായിരുന്നു. 2 ബില്ലത്തികൾ തമ്മിൽ. IPL ലേലം ഉറപ്പിക്കാൻ പോലും ഇത്രയും ഡിസ്കഷൻ. 25. അടിപൊളി. ടീം ബി 25, ടീം സി ഞങ്ങള് 20. 20, 25 and 20. നമുക്കൊരു ചേഞ്ച് വേണ്ടിട്ട് ഏറ്റവും ആദ്യം തന്നെ ടീം സീനെ വിളിച്ചാലോ? അത് നന്നായിരിക്കും. വരൂ. Three minutes. 3 minutes. 10 പാട്ട്. 10 പാട്ട്. ലിപ്പ് പിടിച്ചോ, ലിപ്പ്. അതല്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടോ, അവിടെ ഇങ്ങനെ കീർത്തന കസേരയിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ എന്തോ ഒരു ക്രൂരത. തുടങ്ങുമ്പോ പറയണേ. തുടങ്ങിയോ ഇങ്ങനെ കൊണ്ടുപോയി മാത്തുക്കുട്ടി, നിന്റെ ഫോൺ എടുത്തിട്ട് വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്ത് വേണ്ടി വരും. ഇതിന് പൊക്കിയെടുത്ത് വെളിയിൽ എറിയാനാണോ പറഞ്ഞത്? Okay, ready. 1, 2, 3. കരിമിഴി കുരുവിയെ കണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല. കരിമിഴി കുരുവി കരിമിഴി കുരുവിയെ കണ്ടില്ല.
തൻ രാപ്പാടി രാപ്പാടി താരാപഥം. രാപ്പാടി പാട്ട്. പാടി തന്നെ. പ്രമാദവനം വീണ്ടും ആദ്യത്തെ വാക്ക് പറയ്. പ്രമാദം പ്രമാദം. മായാമഞ്ചലിൽ മായാ ഏതോ വാർമുകിലിൻ ഏതോ വാർമുകിലിൻ ഏതോ വാർമുകിലിൻ അഴകേ 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 നിൻമിഴി നീർക്കണി കുളിരിൽ തൂവേ. പൊന്നുതിരും അന്തിവയിൽ പൊന്നുതിരും അന്തിവയിൽ രണ്ടാമത്തെ ഒരു അന്തി അത്തിമരത്തണലിൽ തെറ്റി. അന്തിവയിൽ അത്തിവെയിൽ സായന്തനം ചന്ദ്രിക സായന്തനം ചന്ദ്രിക ആട്. സായന്തനം ചന്ദനം സായന്തനം ചന്ദ്രിക ചന്ദ്രിക സോപ്പ് ചന്ദ്രിക നിലാവിന്റെ നീലഭസ്മ കുറി നിഴലാ അനുരാഗിണി അനുരാഗിണി കടലിൽ വിരിഞ്ഞ പൂക്കൾ. കഴിഞ്ഞോ? കിട്ടി. അനുരാഗിണി എത്രണ്ണം ശരിയാക്കിയിട്ടുണ്ടാവും? ഒരു 5 എണ്ണമെങ്കിലും ഇങ്ങനെ കാണിച്ചു. എന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ആകെ 10 എണ്ണത്തിൽ 10 എണ്ണം മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ. നല്ല ടീംമേറ്റ്. ഒറ്റയ്ക്ക് ചത്താ മതി. അതല്ലേ നിന്റെ ഫ്രണ്ട്. പരിചയപ്പെടുത്തില്ല. സംഗീത ഞാനും നീ തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ പാടിയ 10 പാട്ടിൽ 10ഉം റെഡിയാക്കിയിരിക്കാണ്. അടിപൊളി. 10ൽ 10ഉമായിട്ട് ടീം സി ഇപ്പൊ മുന്നിട്ട് നിൽക്കാണ്. ഇനി നമുക്ക് ടീം ബിയിലേക്ക് പോവാം. ആരാണ് തരിപ്പ് സിംഹാസനത്തിൽ? ആരാണ് കിരീടം വെക്കാൻ പറ്റും? ഞാൻ ഹരിത അത്രയും ധൈര്യമുള്ള ആളാണ്. എന്ത് ചാലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാൾ. റെഡിയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിലോ കുറച്ച് തരിപ്പ് കൂട്ടിക്കോ. വരട്ടെ. ആ. ഹരിത, ലക്ഷ്മി രണ്ടുപേരും സെറ്റിൽ റെഡിയാണ്. അപ്പൊ എന്തായാലും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ആഢ്യത്തൊക്കെ ഉണ്ട്. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? എന്നാ വെറുതെ ഇങ്ങനെ പറയായിരുന്നു ലക്ഷ്മി. വെറുതെ പറയുവാണെന്നോ? അയ്യടാ, അപ്പൊ കേക്കല്ലേ? കണ്ടോ, അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് അഭിനയം. ശരിക്കും കേക്കാവോ? അതെ. ആ. വീടെവിടാ? വീടെവിടാ? ആ, അപ്പൊ കളി അത് തുടങ്ങി. പാട്ടല്ല. റെഡി. 3, 2, 1 സ്റ്റാർട്ട്. പൂന്തേനരുവി. പൂന്തേൻ അരുവി പൂന്തേൻ അരുവി. ആ, പൂന്തനരുവി കറക്റ്റാണ്. കറക്റ്റാണ്. ഏഴിമല പൂഞ്ചോല. ഏഴിമല പൂഞ്ചോല ഏഴിമല ഏഴിമല പൂഞ്ചോല. ആ, കറക്റ്റ്. പാടയോ? പാടയോ? ആ.
ഒരു ചിരി കണ്ട ഒരു ചിരി കണ്ടാൽ ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അത് അത് മതി. കറക്റ്റ്. ആദ്യമായി കണ്ടെന്ന ആദ്യമായി കണ്ട നാൾ. ആദ്യമായി കണ്ട നാൾ. 1000 പാദസരങ്ങൾ. ആദ്യമായി ആദ്യമായി 10 പൊണ്ണോണം. ആദ്യമായി കണ്ട നാൾ. കണ്ട നാൾ. ശരി കിട്ടി. ചിലമ്പൊലിക്കാറ്റ് ചിലമ്പൊലിക്കാറ്റ്. 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 ശരി. പൊന്നിൽ കുളിച്ചു നിന്നു പൊന്നിൽ പൊന്ന് 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 സ്വർണ്ണം പൂവ്. പൊന്നിൽ കുളിച്ച് നിന്നു. പൊന്നിൽ കുരിശ്. പൊന്നിൽ കുറിച്ച് മുത്തപ്പോ പൊന്നെ കേട്ടോ. പൊന്നിൽ കുളിച്ച്. അതന്നെ. പാട്ടേതാ? പാട്ടറിഞ്ഞു. ഓക്കെ ശരി പോട്ടെ. അന്തിപ്പൊൻ വെട്ടം അന്തിപ്പൊൻ. എങ്ങനെ? അന്തിപ്പൊൻ വെട്ടം. പൊൻവസന്തം. അന്തി അന്തി അതിൻ. അന്തി അന്തിപ്പൊൻ വെട്ടം. അന്തിപ്പൊൻവെട്ടം. മാലിനി നദിയിൽ മാലിനി നദിയിൽ. എന്തോ മാലിനി. പാടി. മാ. പാടം. മാ. മാ. മാലിനി നദി. മലരെ. മാലിനി. പോട്ടെ അടുത്ത്. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. മയങ്ങോ ഇങ്ങനെ പോയി. മയങ്ങിപ്പോയി. മലർ കൊടി പോലെ. മയങ്ങി മലരെ. ഓടി. മയങ്ങിപ്പോയി. മനം പോലെ. മയങ്ങി. മയങ്ങിപ്പോയി. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. ശരി. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴ കാക്ക കൊത്തിപ്പോയി. കാത്തു സൂക്ഷിച്ചു. കാത്തു സൂക്ഷിച്ചു. കസ്തൂരി മാമ്പഴം. കാക്ക കൊത്തി. ഞാൻ പോയതേതാ സമയമുണ്ടല്ലോ. 5 മാലിനി നദി. 4 മാലിനി നദി. 2 മാലിന്യ നദിയിൽ. മാത്തു തരിപ്പ് കിട്ടിയിട്ട് പോലും ഏഴിമല പൂഞ്ചോല ആ ഒരു വികാരം കിട്ടി. വന്നില്ല. ഒന്ന് പാടി ഏഴിമല പൂഞ്ചോല. വന്നില്ല. ഒന്നുകൂടി ചോക്കര എന്തായാലും ഒരു ടീം കൂടി ഈ റൗണ്ടിൽ മത്സരിക്കാനായിട്ട് ബാക്കിയുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് പാടുന്ന സൗപർണിക ഉൾപ്പെടുന്ന ടീമാണ് ടീം എ. ടീമേ അപ്പൊ ആരാണ് വരുന്നത്? ആർദ്ര. 1 2 3 സ്റ്റാർട്ട്. മൈനാകം പാട്. വേഴാമ്പൽ കീഴും. വേഴാമ്പൽ കീഴും. വേഴാമ്പൽ കീഴും. വെള്ളം. വേഴാമ്പൽ കീഴും. വേഴാമ്പൽ വേഴാമ്പൽ കീഴും. വേഴാമ്പൽ കീഴും. ആണോ? ദേവദാരു. ദേവദാരു പൂത്തു. ആണോ? എന്തു ഭംഗി നിന്നെ കാണാൻ. എന്ത് ഭംഗി. എന്ത് ഭംഗി നിന്നെ കാണാൻ. പൂവേ 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 പാലപ്പൂവേ. പൂവേ 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 പാലപ്പൂവേ. പൂവേ പൂവേ പാലപ്പൂവേ. മഞ്ഞുപോലെ മാൻ കുഞ്ഞു. മഞ്ഞു. മഞ്ഞ. മഴയോ? മഞ്ഞ്. മഞ്ഞോ? മഞ്ഞ് പോലെ. മഞ്ഞ് പോലെ മാങ്കുഞ്ഞു പോലെ. ഒരു നറു പുഷ്പമായി. ഒരു നറു പുഷ്പമായി. ഒരു നറു പുഷ്പമായി. പുഷ്പം. ഒരു നറു പുഷ്പമായി. ആണോ? സ്വപ്നം. സ്വപ്നം. രചിച്ചാൽ. സ്വപ്നം. പറ. സ്വപ്നം രചിച്ചാൽ. സ്വപ്നം ത്യജിച്ചാലോ? ആണോ? സ്വപ്നം ത്യജിച്ചാൽ. സ്വപ്നം ത്യജിച്ചാൽ. പേരിറങ്ങും പേരിറങ്ങും മുകിലേ. പേരിറങ്ങും മുകിലേ. പേരിറങ്ങും മുകിലേ.
രാജകുമാരനും രാജകുമാരിക്കും. കഥയിലെ രാജകുമാർ. കഥയിലെ രാജകുമാരൻ. മാത്തു, യെസ് കല്ലു. അതിഗംഭീരമായ റൗണ്ടായിരുന്നു. ഇതിനകത്ത് ഈ 3 ടീമിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഒരാള് ഭാഷയും പാട്ടും ഒന്നും അറിഞ്ഞുകൂടാത്ത ആള്, വായിക്കാൻ അറിയില്ല, പാട്ട് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പാടി കേൾപ്പിക്കുന്ന അതേ ട്യൂണിൽ പാടിയിട്ട് ഈ 10 പാട്ടുകളും പിടിച്ചു. അതെ. രണ്ടാമത്തെ ടീമിന്റെ പ്രത്യേകത നമ്മുടെ ബഹ്റിൻ. ഞാനൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അവളുണ്ടല്ലോ ലിപ്പിൽ എന്ത് പറഞ്ഞാലും അത് കണ്ടുപിടിക്കും. ഹരിതൻ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്നറിയോ? പക്ഷെ എല്ലാവരെയും തകർത്തുകൊണ്ട് ഏറ്റവും അധികം രസമായിട്ട്, അതായത് മാലപ്പടക്കം പൊട്ടണ പോലെ പറഞ്ഞ പെർഫോമൻസ് ആയിരുന്നു ടീം എയുടെ ഭാഗത്ത് നിന്ന്. നമ്മളിവിടെ സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ 3 ടീമുകളും 10 പാട്ടും പാടി. പക്ഷെ ഏറ്റവും അധികം ഫാസ്റ്റ് ആയിട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട, ടീം എ. അപ്പൊ ഈ ഇതില് വിജയി മറ്റാരുമല്ല, ടീമേ. ഞാൻ ആദ്യമേ പറഞ്ഞു 20 വെച്ച സമയത്ത് 20 അല്ല, ഒരുപാട് വെക്കി കിട്ടും 3 ഇരട്ടി എന്നൊക്കെ പറഞ്ഞതാ. 20ന്റെ 3 ഇരട്ടി എത്രയാ? 60,000 രൂപ നേടിയിരിക്കുന്നു മൂന്നാമത്തെ റൗണ്ടിൽ ടീമേ. അപ്പൊ ഞാൻ പൈസ മേടിച്ചിട്ട് വരട്ടെ. മാത്തു, ഇനി ആൾക്കാർക്ക് താല്പര്യമുണ്ടോ ഇവരുടെ കയ്യിൽ എത്ര പൈസയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ? അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടീം എയുടെ കയ്യിലുള്ളത് 1,10,000 രൂപ, ടീം ബിയുടെ കയ്യിൽ 60,000 രൂപ, ടീം സിയുടെ കയ്യിൽ 80,000 രൂപ. അപ്പൊ ഇനി ഒരു റൗണ്ടാണ് ഈ ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് 5 ഇരട്ടി തുകയാണ് തിരിച്ചു തരുന്നത്. അപ്പൊ ബെറ്റ് വെക്കുമ്പോ ചിന്തിച്ചു വെക്കാം. എത്രയാണ് ടീം എ വെക്കുന്നത്? ഫുൾ എമൗണ്ട്. ലാസ്റ്റ് റൗണ്ട് അല്ലേ? 60,000 രൂപ വെക്കുകയാണ്. നിങ്ങള് ഫുൾ വെക്കും. അപ്പൊ ഫുൾ എമൗണ്ട് ടീം എ, ടീം ബി, ടീം സി ഫുൾ എമൗണ്ട് വെച്ചിരിക്കുന്നു. ആ ഫുൾ എമൗണ്ട് എന്ന് പറയൂ. 1,10,000, 1,10,000, 60,000, 80,000. അപ്പൊ ഈ തുക മുഴുവൻ ബെറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്കിന് ആർക്കും നഷ്ടം തന്നെ. ഞാൻ പറയുകയാണെങ്കിലോ, ഏറ്റവും കുറഞ്ഞ തുകയുള്ളത് ഇപ്പൊ നിലവിൽ ഈ 60,000-ലാണ്. അതെ. ഈ 60,000-ലുള്ള കുട്ടികൾക്ക് അടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അതെ. പക്ഷെ എങ്ങാനും നീ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം. അപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിന്റെ പേര് കുട്ടിക്ക് മലയാളം അറിയാം. കല്ലൂന് അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഏത് ഫ്രണ്ട്? നീ എല്ലാ പ്രാവശ്യവും കല്ലൂന് അറിയാവുന്ന എനിക്കറിയാൻ പാടില്ലാത്ത പലരും നീ ഇങ്ങനെ പരിചയപ്പെടുത്തും. കല്ലു, കഴിഞ്ഞ ദിവസം റോക്ക് ആൻഡ് റോളിലേക്ക് ഞാൻ എന്റെ മീനുക്കുട്ടി വിളിച്ചോണ്ട് വന്നതല്ലേ? മീനുക്കുട്ടി? ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്ന ലൈബ്രറിയിൽ പരിപ്പൊടിയും. അത് തന്നെ. നമ്മളിങ്ങനെ ചായ കുടിച്ച് പരിപ്പൊടിയൊക്കെ കഴിച്ച് ഖസാക്കിന്റെ ഇതിഹാസം ഒക്കെ വായിച്ച് അവൾ വീണ്ടും വരികയാണ്. നിന്നെ ഇത്രയും വിശ്വാസം ആ കുട്ടിക്ക്? പിന്നെ അല്ലാണ്ട്. എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് പറഞ്ഞു, ഇനി എപ്പോ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ വരും, അത് കാരണം കൊണ്ട് എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. ആണോ? അനസ്തേഷ്യ, നാസ്ത. സീരിയസ് ആയിട്ടും? സത്യം. നാസ്തേ. വെളുവെളുത്തൊരു പെണ്ണ് കുടിച്ചെന്ന കല്ല്, ആ മൺകുടത്തിൽ മുഖം ചേർത്തു ആദ്യാനുരാഗം നുകർന്നീല. വെൽക്കം ബാക്ക്. Thank you. I'm so happy to be here. ഞങ്ങളും ഭയങ്കര ഹാപ്പി. Girls power. പാത്തുക്കുട്ടിയുടെ ഫ്രണ്ട്സ് വരുന്നവര് മുഴുവൻ ഗേൾസ് ആണല്ലോ. ഗേൾ പവർ. Yes. We only 2. Sorry. Don't kill us. മീനുക്കുട്ടി, പ്ലീസ് മൂവ് ലിറ്റിൽ. MJ, are you ready? Ready. Yes, Joe. പൊളിക്കേ. First one. അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. Alari gamada. Pola അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മിന്നലടിക്കും മേഘത്തിൽ
വിരഹത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ പോലോ പോലോ രാധേ അടിപൊളി കിട്ടിയില്ലേ? ഒരു രസമുള്ള കളിയല്ലേ? അങ്ങനെയാണേ നന്നായിട്ട് ശ്രദ്ധിച്ചേക്ക. എന്തെങ്കിലും ഒരു വാക്ക് ചിലപ്പോ കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റ ഈണം കിട്ടും. അതിൽ നിന്ന് ഹുക്ക് ചെയ്യാം. ഓക്കെ, റെഡി? പൊന്നിനെ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ ഉൽകും എന്താണ്ട് ആരാ ഒന്ന്? ആരാ ഒന്ന്? ഞാനോട് ആ എനിക്ക് ലിറിക്സ് അറിഞ്ഞൂടാ. എന്നാ പാട് മോള്. പൊന്നീനെ പൊന്നീനെ ആണോ? പൊന്നിനെ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ. അടിപൊളി. സത്യം പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. കറക്റ്റ് ആയിട്ട് കിട്ടി. പാണ്ടി വേണം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകുട്ടും കൊട്ടിപ്പാടുന്നേ. അടിപൊളി സിംഗമാനടാ അയ്യാ സ്വാമി അതല്ലേ? അതന്നെ പാട്ട് പറ. അതിന്റെ ഫസ്റ്റ് വരി എന്താ? പാണ്ടി വേണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഞാൻ കല്ലുമല്ലേ, ബാസുവല്ലേ? അല്ല, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കം. നിങ്ങൾ ചാണകല്ലേ? അല്ല, മാത്തുക്കുട്ടി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യാ? വേറെ ലെവല്. ചില സമയത്തുണ്ടല്ലോ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. മാത്തുക്കുട്ടി, ഈ ഉള്ളീന്ന് വരുന്നത് വെളുത്തുള്ളീന്ന് വരണ്ട. ഒരു മദാമെ കണ്ടപ്പോ ഞാൻ 22 കൊല്ലം കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതല്ല, എനിക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ മിനിമം ഒരു മദാമെങ്കിലും വരണം. അതുകൊണ്ടാ ഇനി തള്ളുവാൻ. അതുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കുരവ കുഴല് തന്തനത്തനം പാടി വാ. പാണ്ടിപ്പാൻ സെക്കൻഡ് ആരാ ഒന്ന്? തകില് പൊങ്ങില് തകലുമുകലാണോ? തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. പട്ടക്ക് തുഴഞ്ഞ് പട്ടകമടിച്ച് പാണ്ടിയ പട്ടക്കേറി വാ. ഹലോ, അവിശ്വസനീയമായ പ്രകടനമാണ് ടീം ബി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വസനീയമായ പ്രകടനമാണ് ഇവിടെ നാസ്ത കാഴ്ചവെച്ചത്. അതെ, നാസ്ത ആരാ മോള്? നാസ്ത ആരാ മോള്? നാസ്ത അല്ല സത്യത്തിൽ, ഡെഞ്ചാണ് ഡെഞ്ച്. അടുത്ത പാട്ട് റെഡി. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുടിയ പുതല്ലോ. പമിലോ കിട്ടി. 14 രാവിന്റെ തിര പോലെ വന്നല്ലോ. അല്ലേ? 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുടിയ പുതല്ലോ. എന്നാ കലക്ക പരിപാടിയായിരുന്നു കേട്ടോ. മാത്തു,
പുതിയ എപ്പിസോഡ് വന്നപ്പോ ഇതൊരു സൂപ്പർ റീചാർജ് മാത്തുക്കുട്ടി. അതാണ് ഈ റീചാർജ് കിട്ടണം കേട്ടല്ലോ, ഇവിടെ വരണം. ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഓക്കെ. അപ്പൊ ഈ എനർജി കാണുന്നതിന് മുമ്പ് വേഗം അടുത്ത പാട്ടിലേക്ക് പോട്ടെ. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ എന്നാ പാടോ. തുടക്കം മാംഗല്യം ഹേയ്, തന്തുനാനേന. മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. മാത്തു, യെസ്. അവസാനത്തെ റൗണ്ടിലാണ് മാറി മറിഞ്ഞു. അതിന് എന്താ പറയുന്നത് നിങ്ങൾ ക്രിക്കറ്റില്? നമ്മൾ അട്ടിമറി വിജയം. അട്ടിമറി വിജയം. ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും ആദ്യം ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇരയാക്കിയ ആളെന്ന് പറഞ്ഞാല് ഈ ബെഹ്റിനിയൻ. ബെഹ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹറിനല്ല, പറഞ്ഞു കൊടുക്ക്. ബാരിൻ. ഏതായാലും അങ്ങനെയൊക്കെ തുടങ്ങിയെങ്കിലും ഏറ്റവും അവസാനം വെന്നിക്കൊടി പാറിച്ചത് ആരാ? അതാ ടീം ബെഹ്റിൻ. അപ്പൊ ടീം ബഹ്റിന് പൈസ കൊടുക്കാം മാത്തു. ഇത് കൊടുക്കുമ്പോ നല്ല ദണ്ണമുണ്ട്. 2 ലക്ഷം, 1/2 ലക്ഷം, 3 ലക്ഷം. 3 ലക്ഷം രൂപയാണ് ഞാനിപ്പോ കൊടുക്കുന്നത് സുഹൃത്തുക്കളെ. യെസ്. ഉപയോഗിക്കാട്ടോ. ഇത് സ്വയംവര സിൽക്സ് കോപ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈജി ആൻഡ് കോസ്മെറ്റിക് പാർട്ണർ ഡാസ്റ്റർ എറ്റേണ.